നമ്മുടെ ഈ വർഷത്തെ തിറ താലപ്പൊലി മഹോത്സവം മാർച്ച് 8 വെള്ളിയാഴ്ചയാണ്. കുംഭം 24. എല്ലാ ഭക്തജനങ്ങളെയും നാട്ടുകാരെയും കാവ് സന്നിധിയിലേക്ക് ഭക്തിപൂർവ്വം ക്ഷണിക്കുകയാണ്. നമ്മുടെ ഈ കാവിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മലദൈവങ്ങളുടെ ഊരായ്മക്കാരായ മലമുത്തന്മാരുടെ നിറഞ്ഞ സാന്നിധ്യമാണ്. പണ്ട് മുതലേ ഈശ്വരവിശ്വാസത്തിൽ ഉറച്ച് അവരാരാധിച്ചു പോന്ന ദേവീദേവന്മാർ ഇപ്പോഴും അവർ കുടുംബസമേതം ഇവിടെ എത്തി ഉത്സവം കഴിയുന്നത് വരെ അവരെല്ലാ സാന്നിധ്യത്തിലും സഹകരണത്തിലും ഇവിടെ പങ്കുകൊള്ളുകയാണ്. നമ്മുടെ കാവിൽ പ്രധാന ദേവൻ തലശിവനും ചേർന്നുകൊണ്ട് ഭഗവതിയുമാണ്. കീഴ്ക്കാവിൽ പീഠത്തിൽ സന്യാസി പ്രതിഷ്ഠയും കൂടെ മുത്തപ്പൻ്റെ ചൈതന്യവും കൂടിയിരിക്കുന്നു. മാത്രവുമല്ല പഴയ ചെങ്കൽ തറയിൽ മലദൈവങ്ങളായ മലങ്കാരിയും അതുപോലെ ആഞ്ജനേയ സ്വാമിയും ഭഗവതിയും ഗുളികൻ കുട്ടിച്ചാത്തൻ നാഗപ്രതിഷ്ഠ എന്നിവയും ഇവിടെ കുടികൊള്ളുന്നു. ഉച്ചയ്ക്ക് ഏകദേശം ഒരു 12 മണിക്ക് ഇടക്കണ്ടിയിൽ വീട്ടിലെത്തിച്ചേർന്ന് കുളിച്ചു പുറപ്പാട് വരവ് ആഘോഷം നേരെ മേലേക്കാവിലെത്തി അവിടെ നമ്മുടെ തറവാട്ട് കാരണവരുടെ സാന്നിധ്യത്തിൽ കാവ് ഉണർത്തൽ ചടങ്ങ് ആരംഭിക്കുന്നതോടുകൂടി ഉത്സവത്തിന് തുടക്കം കുറിക്കുകയാണ്. തുടർന്ന് 4 മണിക്ക് മേലേക്കാവിലും താഴേക്കാവിലും വെള്ളാട്ടും, ഏകദേശം അത് കഴിഞ്ഞ ഉടനെ തന്നെ 8 മണിയോടുകൂടി തിറകളുടെ ആരംഭവും കുറിക്കുകയാണ്. തായമ്പക, പന്തലാട്ട്, താലപ്പൊലി എന്നീ വിവിധ പരിപാടികളോടുകൂടി ഈ വർഷവും വളരെ ഗംഭീരമായി തന്നെ നമ്മൾ ഉത്സവം നടത്തുകയാണ്. മുഴുവൻ സമയ പ്രസാദകൂട്ടും കാവിൽ ഏർപ്പാടാക്കിയിട്ടുണ്ട്. എല്ലാ ഭക്തജനങ്ങളെയും വീണ്ടും ഒരിക്കൽ കൂടി കാവ് സന്നിധിയിലേക്ക് ക്ഷണിച്ചു കൊള്ളുകയാണ്. മലമുത്തന്മാർ അവർ വരും, കുടുംബസമേതം വരാം. അതായത് മലദൈവങ്ങളുടെ ഊരായ്മക്കാരാണ് മലമുത്തന്മാർ. അവർ വർഷങ്ങൾക്ക് മുന്നേ അവരിവിടെ വിശ്വസിച്ച് ആരാധിച്ച് ഇവിടുത്തെ ദൈവത്തിനെ ആരാധിച്ചു പോരുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. പിന്നെ കാട് നാടായി മാറിയപ്പോൾ അവർ അന്നം തേടി കാടുകളിലേക്ക് ഉള്ളോട്ട് പോയി മറിഞ്ഞതാണ്. ഇപ്പോൾ അവരെ സാന്നിധ്യത്തിൽ തന്നെയാണ് ഇവിടെ എല്ലാ വർഷവും ഈ ഉത്സവം നടത്തിക്കൊണ്ട് പോരുന്നത്. അത് ശിവരാത്രി നാളിൽ, അതിന് ആ ദിവസത്തിന് മാറ്റില്ല. വരും. അവർ കുടുംബസമേത വരാം. വരാം. ഒരു 10, 25, 30 ആളൊക്കെ ഉണ്ടാവും. 25, 30 ആളുകളുണ്ട്. ഒരു കുടുംബസമേതം ഭാര്യയും മക്കളും എല്ലാവരും കൂടിയാ വരിക. അത് ഉത്സവം കൊണ്ടുവരുന്ന സമയത്ത് വാഴക്കൊല പല സാധനങ്ങളും കൊണ്ടുവരിക, സാധനമായിട്ടാണ് വരിക. അവർക്ക് അവരെ കണക്കിന് ഇത് അവരെ ദേവനും കൂടിയാണെന്നാ. ഉത്സവം കഴിഞ്ഞ് പിറ്റേന്ന് കൂട്ടി തറയൊക്കെ അവസാനിച്ച ശേഷം പുലർച്ചെയാണ് അവർ തിരിച്ചു പോവുക. ഇത്രയേ ഉള്ളൂ. തായമ്പക, പന്തലാട്ടം, താലപ്പൊലി അത് പറഞ്ഞു. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ പന്തം വീശൽ അങ്ങനെ അതിനോട് അനുബന്ധമുള്ളൂ. അതേ കാര്യമായിട്ട് പരിപാടിയുള്ളൂ. അതിപ്പോൾ നമ്മളെ ഓർമ്മ വെച്ച പൂർവ്വന്മാർ ഓർമ്മ വെച്ച കാലം മുതലുണ്ട് പഴക്കം. ഇപ്പോൾ അങ്ങനെ പറയാം. നിങ്ങൾ വർഷങ്ങളെ പഴക്കം എന്നുള്ള എഴുതിയാൽ നിങ്ങളൊരു അത് തറവാട് കാവ. ആ നേരത്തെ താമസം ഉണ്ടായിരുന്നു, ഇപ്പം താമസമില്ല. താമസം മാറിയിട്ടൊക്കെ കുറേ വർഷങ്ങളായിട്ടോ, പഠിത്തമൊന്നുമല്ല. ഇപ്പം നാടിൻ്റെയും കൂടി ഉത്സവമായിട്ടാണ് ഇതിവിടെ കൊണ്ടാടുന്നത്.
മാവൂർ പൂവാട്ടുപറമ്പ്. കൂടുതൽ വാർത്തകൾ ലഭിക്കാൻ സ്പോർട് മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാട്സാപ്പിൽ ലഭിക്കാൻ സ്പോർട് മീഡിയ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക.